Hello students, welcome back to our discussion on investment environment. Today's topic of discussion is return and risk. Let us start with return. The major objective of an investment is to earn and maximize the return. Return on investment may be the income or capital appreciation. Income is either interest on bonds or debentures or dividend on equity shares or preference shares, etc. സോ റിട്ടേൺ എന്ന് പറയുന്ന ആസ്പെക്റ്റാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിട്ടേൺ നേടുക എന്നുള്ളതും അല്ലെങ്കിൽ മാക്സിമം റിട്ടേൺ നേടുക എന്നുള്ളതാണ്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇൻകം, രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇൻകം എന്ന് പറയുന്ന ഫോമിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബോണ്ടിൽ നിന്നും ഡിബഞ്ചേഴ്സിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടാണ്. അതേസമയം ഷെയർസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻഡും ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. കൂടാതെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ട്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സെല്ലിംഗ് പ്രൈസും പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിലൂടെ നമുക്കുണ്ടാകുന്ന വരുമാനത്തിനെയാണ് അല്ലെങ്കിൽ റിട്ടേണിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ റിട്ടേൺ ക്യാൻ ബി ഇൻ ടു ഫോംസ്, ഐദർ income or capital appreciation. This return is always represented as rate of return. So next we have to discuss about rate of return. The rate of return of an investment for a period is calculated as rate of return is equal to income plus price difference, that is ending price minus beginning price, the whole divided by beginning price, and it should be multiplied by 100 to make it as a percentage. This is the equation for rate of return. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻകത്തിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൊണ്ട് ആഡ് ചെയ്യുക. അതായത് രണ്ട് തരം റിട്ടേൺ നമ്മൾ ആഡ് ചെയ്യുക. അതിനെ ബിഗിനിങ് പ്രൈസ്, അതായത് ബൈയിങ് പ്രൈസ് ഓർ പർച്ചേസ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടുന്ന നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിലൂടെ ഇത് വിശദീകരിക്കുക. എ പേഴ്സൺ ബോട്ട് എ ഷെയർ ഓഫ് എ കമ്പനി ഫോർ ₹140 from the market. The company paid a dividend of ₹8 per share, and then after 1 year he sold the shares at ₹160. Calculate the rate of return. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ നേടിയ റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ബൈയിങ് പ്രൈസ് ₹150 ആണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന ₹160 ആണ്. കൂടാതെ ഒരു ഇൻകം അവിടെ വന്നിട്ടുണ്ട്, ഡിവിഡൻ്റായിട്ട് ₹8 ഇൻകമായിട്ട് ഒരു ഷെയറിന് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയറിൽ നിന്നുള്ളതാണെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻകത്തിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി ആഡ് ചെയ്യുക. ഇവിടെ ഇൻകം എന്ന് പറയുന്നത് ഡിവിഡൻ്റ് ആയിട്ടുള്ള ₹8 ആണ്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് എൻഡിങ് പ്രൈസ് മൈനസ് ബിഗിനിങ് പ്രൈസ്, ദാറ്റ് ഈസ് ending price means selling price, that is ₹160 minus the buying price ₹140. The whole divided by the buying price, that is ₹140 into 100.
So here the capital appreciation is 160 minus 140, that is 20. 20 plus 8 is 28 divided by 140 into 100. So the answer is 20%. So the person got 20% return from this investment on a share. Next concept is expected return. The expected return of investment is the weighted average of all possible returns multiplied by their respective probabilities. ഷെയർസിൽ നിന്നുള്ള റിട്ടേൺസിനൊന്നും തന്നെ ഒരു ഷുവർട്ടിയും ഇല്ല. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാൻ കഴിയില്ല. വി ക്യാൻ ഓൺലി സേ ആൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ. വാട്ട് ഇസ് ദ മാക്സിമം റിട്ടേൺ വി ക്യാൻ എക്സ്പെക്റ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വരുമാനത്തിന് അത് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് ആഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ പോസിബിൾ റിട്ടേൺസ് എന്ന് പറയുന്നത്. അതിനെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ ഫോർ എക്സ്പെക്റ്റഡ് റിട്ടേൺ is equal to x1 into p1 plus x2 into p2 plus etc. Here this x1, x2, etc. shows the possible returns and p1, p2, etc. are the probability associated with each return. അതായത് p1 ആണ് x1 എന്ന് പറയുന്ന റിട്ടേൺ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി, p2 ആണ് x2 എന്ന് പറയുന്ന ഒരു റിട്ടേൺ ലഭിക്കാനുള്ള പോസിബിലിറ്റിയും എങ്കിൽ ഓരോ പോസിബിലിറ്റിയും അതിൻ്റെ റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ആ രീതിയിൽ കിട്ടുന്ന ഒരു വെയ്റ്റഡ് ആവറേജ് ഫിഗറിനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ അത് വിശദമാക്കാം. An investment provides a return of 10%, 20%, 30% and 40% with the probabilities of 25%, 30%, 15% and 30% respectively. Calculate the expected return. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന റേറ്റ് ഓഫ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. അത് ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രോബബിലിറ്റി ആയിട്ട് തന്നിട്ടുള്ളത്. ആദ്യത്തെ റിട്ടേൺ ആയിട്ട് തന്നിട്ടുള്ളത് 10% ആണ്. ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ 10% റേറ്റ് ഓഫ് റിട്ടേൺ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 25%. 25% ചാൻസാണ് 10% റിട്ടേൺ കിട്ടാനുള്ള. അതിനേക്കാളും കൂടിയ 20% റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 30% ചാൻസ് ഉണ്ട്. അപ്പോൾ 10%-നേക്കാളും കൂടുതൽ ചാൻസ് നമുക്ക് 20% റിട്ടേൺ കിട്ടാനാണ്. കാര്യം അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 30%. നേരെ മറിച്ച് 30% റിട്ടേൺ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 15%. 40% ആണെങ്കിൽ വീണ്ടും കൂടുതലുണ്ട്, 30% സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിട്ടേണിൻ്റെ ശതമാനവും തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. We have to estimate the expected rate of return. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ പോസിബിൾ റിട്ടേൺസ് എഴുതുക, സെക്കൻഡ് കോളത്തിൽ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എഴുതുക. പ്രോബബിലിറ്റി എഴുതുമ്പോൾ അത് ഡെസിമൽ പ്ലേസിലാണ് കാണിക്കേണ്ടത്. നേരെ മറിച്ച് റിട്ടേൺസ് പേഴ്സൻറ്റേജിൽ തന്നെ നിലനിർത്തുക. അതിനുശേഷം പേഴ്സൻറ്റേജിലുള്ള പോസിബിൾ റിട്ടേണിനെ ഡെസിമലിലുള്ള പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോ റിട്ടേണിൻ്റെയും പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസ് 1 by 1 ആയിട്ട് എഴുതുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഓരോ എക്സ് ഐയും പി ഐയും തമ്മിൽ ആഡ് ചെയ്യുക. അതായത് 2.5 plus 6 plus 4.5 plus 12. That is how the total is 25%. Therefore, in this particular investment, the expected return is 25%.
Next example is a stock costing rupees 130 pays no dividend. The possible prices that the stock might sell for at the end of the year with the respective probabilities are given above. Calculate the expected return. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ട് റുപ്പീസ് 130. അതിൽ സെല്ല് ചെയ്യാൻ കഴിയുന്ന പ്രൈസുകൾ തന്നിട്ടുണ്ട്. അത് 120 റുപ്പീസിനും സെല്ല് ചെയ്യാം, 130ക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കും, 140, 150, 160, 170 ഇങ്ങനെ നമുക്ക് പോസിബിൾ ആകാവുന്ന മാർക്കറ്റിൻ്റെ ഉയർച്ച അനുസരിച്ചിട്ട് എത്തിച്ചേരാൻ കഴിയുന്ന പ്രൈസുകൾ തന്നിട്ടുണ്ട്. പക്ഷേ ആകണം എന്നുള്ള സാധ്യതകൾ നെക്സ്റ്റ് ടേബിളിൽ തന്നിട്ടുണ്ട്. ഇവിടെ പ്രോബബിലിറ്റി തന്നിരിക്കുന്ന ഡെസിമലിലാണ്, അതുകൊണ്ട് അത് പെർസെൻറ്റേജ് ആണെന്ന് കരുതേണ്ട കാര്യമില്ല. 120 റുപ്പീസിന് വിൽക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.1 ആണ്. 130 റുപ്പീസിന് വിൽക്കാനുള്ള സാധ്യതയും 0.1 ആണ്. നേരെ മറിച്ച് 140 എത്തിച്ചേരാനുള്ള സാധ്യത 0.2 ആണ്. 150 എത്തിച്ചേരാനുള്ള സാധ്യത 0.3. 160 സെല്ല് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.2 ആണ്. 170 സെല്ല് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.1 ആണ്. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. ആദ്യത്തെ പ്രോബ്ലവും ഈ പറഞ്ഞ പ്രോബ്ലവുമായിട്ടുള്ളൊരു വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് പോസിബിൾ റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം തന്നിരുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു. ആ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ടായിരുന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്തെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മുടെ സെക്കൻഡ് പ്രോബ്ലത്തിൽ റേറ്റ് ഓഫ് റിട്ടേണിന് പകരം തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസാണ്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം, ഈ ഒരു പ്രോബ്ലത്തിലെ വ്യത്യാസം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഓരോ പ്രൈസിനും സെല്ല് ചെയ്യുമ്പോൾ അവിടുത്തെ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യ കോളത്തിൽ എഴുതേണ്ടത് പ്രൈസാണ്. നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് അതിലൂടെ ലഭിക്കാവുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. കാര്യം ഇവിടെ ഇൻകം ഒന്നും തന്നെ ഇല്ല. കാര്യം ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് കോസ്റ്റിംഗ് റുപ്പീസ് 130 പേയ്സ് നോ ഡിവിഡൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാം. റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കുക, ഇൻകം പ്ലസ് എൻഡിങ് പ്രൈസ് മൈനസ് ബിഗിനിങ് പ്രൈസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമാണ് ഈ പ്രോബ്ലത്തിൽ വരുന്നത്, ഇൻകം ഇല്ല. സോ ടേബിൾ വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ സെല്ലിംഗ് പ്രൈസ് കൊടുക്കുക. രണ്ടാമത്തെ കോളത്തിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൊടുക്കുക. ഇവിടെ ബൈയിങ് പ്രൈസ് 130 ആണ്. അപ്പം 120 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ല, അവിടെ ലോസാണ് ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് -10 റുപ്പീസ്. 130ക്ക് നമ്മൾ വിൽക്കുമ്പോൾ അവിടെ ലാഭവും നഷ്ടവുമില്ല, അപ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ 0 ആണ്. 140ക്ക് വിൽക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ 10 റുപ്പീസാണ്. 150 സെല്ലിംഗ് പ്രൈസ് ആകുമ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് 150 മൈനസ് 130, അപ്പോൾ 20 റുപ്പീസാണ്. ദെൻ 160 ആകുമ്പോൾ 30 റുപ്പീസ്, 170 ആകുമ്പോൾ 40 റുപ്പീസ്. അതാണ് സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. തേർഡ് കോളത്തിൽ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കണം. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. സോ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ബൈയിങ് പ്രൈസ്. ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നത് 130 ആണ്. അപ്പം ആദ്യത്തെ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ കോളത്തിൽ ആദ്യം എഴുതേണ്ടതെന്ന് വെച്ചാൽ -10. ആദ്യം 120 വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ്, അതുകൊണ്ട് -10 ഡിവൈഡഡ് ബൈ 130 ഇൻറ്റു 100. അതാണ് ആദ്യത്തെ 120 രൂപയ്ക്ക് വിൽക്കുമ്പോഴുള്ള
റേറ്റ് ഓഫ് റിട്ടേൺ അത് മൈനസ് ആയിരിക്കും. രണ്ടാമത്തേതിൽ 0 ആയതുകൊണ്ടൊന്നുമില്ല. മൂന്നാമത്തേതിൽ 10 ആണ് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത്. സോ 10 ഡിവൈഡഡ് ബൈ 130 ഇൻറ്റു 100. അടുത്ത കേസിൽ 20 ഡിവൈഡഡ് ബൈ 130 ഇൻറ്റു 100. അങ്ങനെ ഓരോ റേറ്റ് ഓഫ് റിട്ടേണും കണ്ടുപിടിക്കുക. ഇപ്പോഴാണ് നമുക്ക് ആദ്യം ചെയ്ത പ്രോബ്ലം പോലെ ആയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ XI ഉണ്ട്. നെക്സ്റ്റ് കോളത്തിൽ പ്രോബബിലിറ്റീസ് എഴുതുക. PI എഴുതുക. 0.1, 0.1, 0.2 അങ്ങനെ എഴുതുക. ലാസ്റ്റ് കോളത്തിൽ XI ഇൻറ്റു PI. XI എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. PI എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയാണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടും. ഈ പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല. നിങ്ങളത് ചെയ്തിട്ട് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്യുക. ഹോപ്പ് you will be able to do that. With that, let us conclude the topic of discussion today. Thank you very much.